നമസ്കാരം. ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ്. ശിവപാർവതി ജ്യോതിഷത്തിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിവിടെ പറയുന്നത് കർക്കിടക മാസത്തെ ഫലമാണ്. കൊല്ലവർഷം 1201 കർക്കിടക മാസം 1 മുതൽ 31 വരെയും 2026 ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെയുമുള്ള നിങ്ങളുടെ 27 നക്ഷത്രക്കാരുടെയും ചാരവശാലുള്ള ഫലമാണ് ഇവിടെ പറയുന്നത്. ആദ്യമായിട്ട് മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് വേഴഗ്രഹം സുഖസ്ഥാനത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, 4-ാം ഇടം ആയതിനാൽ ശുഭകാര്യങ്ങൾ കുടുംബത്തിൽ ശുഭകാര്യങ്ങൾ നടക്കാനുള്ള അവസരം വന്നു ചേരുന്നതാണ്. ഗ്രഹം മോടി കൂട്ടലോ പുതുതായി നിർമ്മിക്കുകയോ ചെയ്യാനുള്ള യോഗവും കാണുന്നു. പിന്നെ വാഹനം സംബന്ധിയായിട്ടുള്ള മാറ്റങ്ങൾ പുതിയതോ പുതുക്കുകയോ ചെയ്യാം. പിന്നെ തൊഴിൽപരമായിട്ടുള്ള പുരോഗതി കാണുന്നു, ധനലാഭം കാണുന്നു. പിന്നെ മാതൃസ്വത്ത്, അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തീരുമാനിച്ചിരുന്ന കാര്യങ്ങൾ അത് സഫലമായി വരാൻ, മാതൃസ്വത്ത് കിട്ടാനുള്ളവർക്ക് അത് കിട്ടുന്നതിനുള്ള യോഗവും കാണുന്നു. പിന്നെ മാതാവിന് ഈ മാസത്തെ സ്ഥിതി വച്ചിട്ട്, അത് ചൊവ്വയുടെ സ്ഥിതി വച്ചിട്ട് മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതായി കാണുന്നു. ബന്ധുജന സഹായം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പിന്നെ കൂട്ടുകാരുമൊത്തുള്ള യാത്രകൾ, പിന്നെ സഹോദര ഗുണം ഒക്കെ ഈ മാസം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതൊക്കെ അനുകൂലമായ ഫലങ്ങളാണ് മേടരാശിക്ക് പറഞ്ഞത്. എന്നാൽ ശനി പ്രീതി കൂടി ചെയ്യേണ്ടത് ഉത്തമമാണ്. ഇനി പറയുന്നത് ഇടവമാണ്. ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 3/4 ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് വേഴം 3-ൽ മറഞ്ഞു. ഭയപ്പെടേണ്ട. ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആലോചിച്ച് ചെയ്യുക. പക്വതയില്ലാതെ പെരുമാറാതെ ഇരിക്കുക. അപ്പോൾ വേഴം 3-ലുള്ള സ്ഥിതി അത്രത്തോളം ശുഭകരമല്ല. അപ്പോൾ ധനപരമായ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുമാത്രമല്ല, നമ്മുടെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസവും അതുമായി ബന്ധപ്പെട്ടുമൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലത്. പിന്നെ ജീവിത പങ്കാളിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസവും ഈ മാസം കാണുന്നു. എന്നാൽ അതിനെ തരണം ചെയ്യാനും കഴിയുന്നതാണ്. വാഹനത്തിൽ കേടുപാടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആയതിനാൽ വാഹനം പതുക്കെ ഓടിക്കുന്നതും ഉചിതമാണ്. ഓഗസ്റ്റ് 5-ന് ശേഷം ഇപ്പോൾ ധനപരമായ ക്ഷീണം വേഴത്തെ കൊണ്ട് പറഞ്ഞു. ഇനി മറ്റൊരു ഗ്രഹസ്ഥിതി വച്ചിട്ട് നിങ്ങളുടെ ധനാധിപൻ 3-ൽ, അതായത് നിങ്ങളുടെ ധനാധിപൻ ബുധനാണ്. അപ്പോൾ ബുധൻ 3-ൽ ശത്രുക്ഷേത്രത്തിൽ മറയുന്നു. ആയതിനാൽ ധനപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ, അതായത് സഹോദരങ്ങളുടെ ശത്രുക്കൾ ആവുന്ന അവസ്ഥയും വരാം. ഒക്കെ ഒരു കരുതലെടുക്കുന്നതിന് വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഇതിന് പ്രതിവിധി എന്ന് പറയുമ്പോൾ ഇടവരാശിക്കാർക്ക് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക വ്യാഴാഴ്ച. പിന്നെ കുടുംബത്തിൽ മനസമാധാനമൊക്കെ കിട്ടുന്നതിനായിക്കൊണ്ട് നിങ്ങളുടെ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതു, അപ്പോൾ നാഗരാജ പ്രീതി അല്ലെങ്കിൽ ചാമുണ്ഡി പ്രീതി ഒക്കെ ചെയ്യുകയാണെങ്കിൽ
നമുക്ക് ദോഷങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇടവരാശിക്കാർക്ക് പൊതുവേ സൂക്ഷിക്കേണ്ട ഒരു മാസമായി തന്നെ കാണുന്നു. എന്നാൽ ശനിയെ കൊണ്ട് ഗുണം കിട്ടും. ശനി നിങ്ങളുടെ അഭിഷ്ടസ്ഥാനമായ 11-ലാണ് സഞ്ചരിക്കുന്നത്. ശനിയെ കൊണ്ട് ഗുണം നമുക്ക് സിദ്ധിക്കുന്നതാണ്. അപ്പോൾ ഇനി പറയുന്നത് മിഥുന രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകേരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർതം, മുക്കാൽ ഭാഗം. നിങ്ങൾക്ക് വേഴം ധനസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. ധനം, വാക്ക്, വിദ്യ, പ്രവൃത്തി, നമ്മുടെ വീട്. അപ്പോൾ അത് ഒരു ശുഭ അവസ്ഥയായി തന്നെ നിലവിലുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, ഉദ്യോഗലബ്ധി, പിന്നെ യാത്രകൾ, നേരത്തെ വിചാരിച്ചിട്ട് നടക്കാതിരിക്കുന്ന യാത്രകൾ, അതൊക്കെ തന്നെ സഫലമായി വരുന്നതായി കാണുന്നു. ധനപരമായ നേട്ടം ഉണ്ടാകുന്നു. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ഈ നിങ്ങളുടെ ധനസ്ഥാനത്ത് വേഴം നിന്നുകൊണ്ട് പറയുന്നത്. പിന്നെ സഹോദര ഗുണം, നിങ്ങളുടെ 3-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അനുകൂലമായിട്ട് നിങ്ങളുടെ ധനസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ സഹോദര ഗുണവും പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് വിജയം. പിന്നെ കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ, അത് വിവാഹം, അതുപോലുള്ള കാര്യങ്ങൾ, സന്താനഭാഗ്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കുടുംബത്തിൽ നടക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നു. ഇതൊക്കെ പറഞ്ഞു. എന്നാൽ നിലവിൽ നിങ്ങൾക്ക് മിഥുനരാശിക്കാർക്ക് കണ്ടകശനിയുണ്ട്. ശനിപ്രീതി കൂടി ചെയ്യേണ്ടതാണ്. ഇനി പറയുന്നത് കർക്കിടകമാണ്. കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർതത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം. നിങ്ങൾക്ക് വേഴം, സർവേശ്വരകാരകനായിട്ടുള്ള വേഴത്തിൻ്റെ ഉച്ചരാശിയായിട്ടുള്ള കർക്കിടകത്തിൽ നിലകൊള്ളുന്നു. ആയതിനാൽ കർക്കിടക രാശിക്കാർക്ക് എല്ലാവിധമായ ഭാഗ്യവും സിദ്ധിക്കും. അപ്പോൾ വേഴത്തിന് ഇപ്പോഴുള്ള ഈ കർക്കിടക മാസത്തെ സ്ഥിതി, കർക്കിടകം 25 വരെ വേഴത്തിന് മൗഢ്യാവസ്ഥയുണ്ട്. അപ്പോൾ അത് പറയുന്നത് ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അത് പെട്ടെന്ന് നടന്നു എന്ന് വരത്തില്ല, ആവർത്തിച്ച് പരിശ്രമിക്കണം എന്നാണ് പറയുന്നത്. മൗഢ്യസ്ഥിതി കൊണ്ട് അത് നടക്കത്തില്ല എന്നുള്ള അർത്ഥമല്ല, നടക്കും. കുറച്ച് കാലതാമസത്തോടു കൂടി അത് നടത്തിയെടുക്കാൻ സാധിക്കും നമുക്ക്, കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഈ വേഴം മൗഢ്യമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ വേഴത്തെ പരിപോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്. വ്യാഴാഴ്ച വിശേഷ പ്രാർത്ഥന, ഇഷ്ട വഴിപാടുകൾ ഒക്കെ ചെയ്യേണ്ടതാണ് വ്യാഴാഴ്ച. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ഇനി പറയുന്നത് ചിങ്ങരാശിയാണ്. ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് വേഴം മറഞ്ഞു. വേഴം 12-ലാണ്, ഭയപ്പെടേണ്ട. അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക. ധനപരമായ കാര്യങ്ങൾ, അതായത് കടം പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത. അപ്പോൾ അതൊക്കെ ഒന്ന് മുൻകൂട്ടി മനസ്സിലാക്കി പോയാൽ ദോഷം വരത്തില്ല. അതുമാത്രമല്ല, നമ്മുടെ സന്താനങ്ങളുടെ കാര്യങ്ങൾ, അവരുടെ വിദ്യാഭ്യാസവും അതുമായിട്ടുള്ള അവരുടെ മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ വേഴം മറഞ്ഞു നിൽക്കുന്നതിനാൽ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക. മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ
വിശേഷ പ്രാർത്ഥന വ്യാഴാഴ്ച നടത്തുന്നത് ഉത്തമമാണ്. ഇനി പറയുന്നത് കന്നിയാണ്. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി. നിങ്ങൾക്ക് വ്യാഴം അഭിഷ്ടസ്ഥാനമായ 11-ലാണ്. എല്ലാവിധമായ മംഗളകരമായ കാര്യങ്ങളും യാത്രാ ഗുണങ്ങളും വിദേശയാത്ര അങ്ങനെയുള്ള എല്ലാവിധമായ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശുഭകരമായി വരുന്നതായി കാണുന്നു. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, തൊഴിൽ ലബ്ധി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സഫലമാകുന്നു. എഴുത്ത് പരീക്ഷയിൽ വിജയം ഒക്കെ കാണുന്നു. പൊതുവെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും ശുഭകരമായ അവസ്ഥ ശ്രദ്ധിക്കുന്നതാണ്. മംഗളകരമായ കാര്യങ്ങൾ നടക്കും. വിവാഹാദി കാര്യങ്ങൾ പിന്നെ സന്താന ഭാഗ്യം. ഇനി സന്താനം ഇല്ലാതിരുന്ന ആൾക്കാർക്ക് ആ ട്രീറ്റ്മെൻറ്റിലൂടെ ആ സന്താന ഭാഗ്യം ശ്രദ്ധിക്കുന്നതായി കാണുന്നു. ഇതൊക്കെ ശുഭഫലമാണ്. മറ്റൊരു അവസ്ഥ വച്ചിട്ട് ഓഗസ്റ്റ് 5 മുതൽ 7 2.25 ദിവസമാണ് പറയുന്നത്. അപ്പോൾ 5 മുതൽ 7 വരെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് മനോവിഷമം ഉണ്ടായേക്കാം. അപ്പോൾ അത് പരിഹരിക്കുന്നതിനായിട്ട് ദേവീ പ്രാർത്ഥന ഉചിതമാണ്. ഇനി പറയുന്നത് തുലാമാണ്. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖം, മുക്കാൽ ഭാഗം. നിങ്ങൾക്ക് വ്യാഴം കർമ്മസ്ഥാനത്താണ്. പത്താം ഭാവം നമ്മുടെ തൊഴിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തൊഴിൽപരമായ കാര്യങ്ങൾ നമ്മൾ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യേണ്ടതാണ്. ദോഷം വരത്തില്ല. വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ് നിങ്ങളുടെ 10ാം ഭാവം ആയതിനാൽ തൊഴിൽപരമായ പുരോഗതി ഉണ്ടാകും. കൃത്യനിഷ്ഠയോടെ പ്രവർത്തിക്കുക. എന്നാൽ ധനപരമായ ക്ഷീണാവസ്ഥ, നിങ്ങളുടെ ധനാധിപൻ അഷ്ടമത്തിലാണ് ഈ മാസം നിൽക്കുന്നത്. അത് വന്നിട്ട് ഓഗസ്റ്റ് 2 വരെയാണ്. അതിനുശേഷം പാകിസ്ഥാനത്തോട്ട് പോകുന്നു. അത് ശുഭകരമാണ്. പിന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, ടെസ്റ്റ്, ഇൻ്റർവ്യൂ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള സമയമാണ്. അതുവഴി ഉദ്യോഗലബ്ധി ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത തെളിയും. ഓഗസ്റ്റ് 7 മുതൽ 9 വരെ അത്ര ശുഭകരമല്ല. അപ്പോൾ നിങ്ങളുടെ ഈ തുലാം രാശിക്കാർക്ക് 5ാം ഭാവത്തിൽ രാഹു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ആയതിനാൽ ചില വൈഷമ്യങ്ങൾ ഇടയ്ക്ക് തോന്നിയേക്കാം. അപ്പോൾ അതിനായിട്ട് നാഗരാജ പ്രീതി ചെയ്യുന്നത് ഉചിതമാണ്. ഇനി പറയുന്ന വൃശ്ചികമാണ്. വൃശ്ചികരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, കേട്ട. നിങ്ങൾക്ക് വ്യാഴം ഭാഗ്യസ്ഥാനത്താണ് നിലകൊള്ളുന്നത്. എല്ലാവിധമായ ഭാഗ്യവും ശ്രദ്ധിക്കുന്നതായി കാണുന്നു. വിവാഹാദി കാര്യങ്ങൾ, ക്രയവിക്രയങ്ങൾ, ഗൃഹനിർമ്മാണം, വിദേശയാത്ര, വാഹനലബ്ധി, സന്താനഭാഗ്യം അങ്ങനെയുള്ള എല്ലാവിധമായ ഭാഗ്യങ്ങളും ഈ വ്യാഴം 9-ൽ നിന്നുകൊണ്ട് ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് നമുക്ക് തരുന്നതാണ്.
പിന്നെ 9 എന്ന് പറയുമ്പോൾ പിതൃഭാവം, 9-ാം ഭാവം. അപ്പോൾ പിതൃധനം കിട്ടാനുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും തീരുമാനമാകും. അപ്പോൾ ഇതെല്ലാം ശുഭകരമായ അവസ്ഥയാണ്. എന്നാൽ ഓഗസ്റ്റ് 9 മുതൽ 11 വരെ 2 ദിവസം ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു മനോവിഷമം പോലെ ഉണ്ടാകാൻ സാധ്യത. അപ്പോൾ അതിനായിട്ട് ദേവീപ്രീതി ചെയ്യുന്നത് ഉചിതം. അപ്പോൾ ഇനി പറയുന്നത് ധനുവാണ്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം, ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് വ്യാഴം അഷ്ടമത്തിൽ മറഞ്ഞു. ഭയപ്പെടേണ്ട, ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക. വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ നമ്മുടെ വിദ്യയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. പരാജയം ഉണ്ടാകത്തില്ല, എന്നാലും കാര്യമായിട്ടുള്ള ശ്രദ്ധ വേണം എന്ന് തന്നെയാണ് കാണുന്നത്. പിന്നെ ധനപരമായ കാര്യങ്ങൾ, ക്രയവിക്രയങ്ങൾ ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ അത്രത്തോളം നല്ല സമയമല്ല. അതും മറ്റൊരു അവസരത്തിലോട്ട് മാറ്റിവെക്കുന്നത് ഉചിതം. പിന്നെ നമ്മുടെ സന്താനങ്ങളുടെ കാര്യത്തിലും അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും അവരുടെ ആരോഗ്യപരമായ കാര്യത്തിലും ഒക്കെ തന്നെ നമ്മളൊരു കരുതലെടുക്കേണ്ട മാസമാണ്. പിന്നെ വാഹനമൊക്കെ ഓടിക്കുന്നതും പതുക്കെ ആയിരുന്നാൽ ഉചിതം. ഓഗസ്റ്റ് 11 മുതൽ 13 വരെ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ്. മനോവിഷമം ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യത കാണുന്നു. അപ്പോൾ ഈ രാശിയെ സംബന്ധിച്ച് നിലവിൽ കണ്ടകശനിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ യാത്രാസ്ഥാനത്താണ് ശനിയുള്ളത്. അപ്പോൾ വാഹനമൊക്കെ ഇപ്പോൾ ദൈവാനുഗ്രഹം മറഞ്ഞു നിൽക്കുന്നു, വേഴം മറഞ്ഞു നിൽക്കുന്ന കാലവും കൂടി ആയതിനാൽ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. വാഹനത്തിന് കേടുപാടുകൾ വരാനും ഒക്കെ സാധ്യതയുണ്ട്. അങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല, എന്നാലും ഒരു ശ്രദ്ധ ചെലുത്തുന്നത് ഉചിതമാണ്. ഇനി പറയുന്നത് മകരമാണ്. മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 3/4 ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് വേഴം നിവൃത്തി സ്ഥാനത്ത് നിലകൊള്ളുന്നു. നിവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കാര്യത്തിന് ഇറങ്ങിയാലും അത് അനുകൂലമാകുമോ എന്ന് ചിന്തിക്കുന്ന സ്ഥാനം നിവൃത്തി സ്ഥാനം. അവിടെ നിലകൊള്ളുന്നു. വിവാഹാദി കാര്യങ്ങൾ, കല്യാണം നടക്കാതിരുന്ന ആൾക്കാർക്ക് കല്യാണം നടക്കുന്നതാണ്. സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ്. പിന്നെ വിദേശ യാത്ര, വിദേശത്ത് പോകാൻ നേരത്തെ ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന ആൾക്കാർക്ക് അതുമായി ബന്ധപ്പെട്ട് ശുഭഫലം ഉണ്ടാകുന്നതാണ്. പിന്നെ ധനപരമായ കാര്യങ്ങൾ, ക്രയവിക്രയങ്ങൾ, അതായത് കൊടുക്കൽ വാങ്ങലുകൾ, അത് ഭൂമി സംബന്ധിച്ചായാലും മറ്റ് കാര്യങ്ങളായാലും അതൊക്കെ തന്നെ ഈ വേഴം നിവർത്തി സ്ഥാനത്തുള്ളതുകൊണ്ട് ശുഭകരമായിട്ട് വരും. അപ്പോൾ ഈ മകരരാശിയെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഉള്ളവർക്ക് ഒരു അനുകൂല സ്ഥിതി ഈ വേഴത്തിൻ്റെ നിൽപ്പ് വച്ചിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക. നമുക്ക് കാലതാമസം കൂടാതെ ഈ പറഞ്ഞ നല്ല ഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരും. അതിനായിട്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. വേഴത്തിന് ഈ മാസം മൗഢ്യമുള്ളതിനാൽ വേഴത്തെ പരിപോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ വിശേഷ പ്രാർത്ഥന നടത്തുക. ഇനി പറയുന്നത് കുംഭമാണ്. കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി, 3/4 ഭാഗം. നിങ്ങൾക്ക് വേഴം 6-ൽ മറഞ്ഞു. ഭയപ്പെടേണ്ട,
ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക. അപ്പോൾ ഏതെങ്കിലും കാര്യത്തിനൊക്കെ ഇറങ്ങിയാൽ ഒരു തടസ്സമൊക്കെ വരും. അതിന് എന്നാലും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് കാലതാമസം ഉണ്ടാകും ഇറങ്ങുന്ന കാര്യങ്ങൾ സഫലമാകാൻ. എന്നാലും പരിശ്രമം ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം നമ്മുടെ പരിശ്രമമാണല്ലോ ഭാഗ്യത്തിലോട്ട് എത്തുന്നത്. അപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ മാസത്തെ ഫലം വച്ചിട്ട് മാതാവിനോ മാതൃതുല്യവരായവർക്കോ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാനും സാധ്യത. പിന്നെ കടബാധ്യത ഉണ്ടാവാതെയും ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഈ ധനാധിപനാണ് 6ൽ മറഞ്ഞിരിക്കുന്നത്. ധനാധിപനും ലാഭാധിപനുമാണ് വ്യാഴം കുംഭരാശിയെ സംബന്ധിച്ച്. അപ്പോൾ കടബാധ്യത ഉണ്ടാകാതെയും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കരുതലെടുക്കുക. അതിനു വേണ്ടിയാണ് ഒരു അറിയിപ്പ് തരുന്നത്. പിന്നെ ഈ മാസത്തെ ഫലം വച്ചിട്ട് ഈ ജീവിത പങ്കാളിയുമായിട്ടുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു. പിന്നെ യാത്രകൾ ഒക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മളെ വാക്ക് നിയന്ത്രിക്കുക. നമ്മുടെ വാക്ക് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് നീരസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ കുംഭരാശിയെ സംബന്ധിച്ച് അത്രത്തോളം ശുഭകരമല്ല. എല്ലാം മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക. ഇതിനുള്ള നിങ്ങളുടെ രാശിയിൽ നിൽക്കുന്ന അനന്തൻ നാഗരാജപ്രീതി, പിന്നെ നമ്മുടെ ധനസ്ഥാനത്ത് നിൽക്കുന്ന ശനി, പിന്നെ ധനാധിപൻ 6ൽ മറഞ്ഞതുകൊണ്ട് മഹാവിഷ്ണു പ്രീതി, ഇതൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇഷ്ട വഴിപാടുകളൊക്കെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിജീവിച്ച് പോകാനായിട്ട് സാധിക്കും. ഇനി പറയുന്നത് മീനമാണ്. മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 5ലുണ്ട്. 5 പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിൻ്റെ സ്ഥാനമെന്ന് പറയും. മനസ്സ്, സന്താനം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ അതിനായിക്കൊണ്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. അത് ഈ മാസത്തെ അവസ്ഥ വച്ചിട്ട് ഈ ശുഭ സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് വ്യാഴം. എന്നാൽ മൗഢ്യത്തോടെ നിൽക്കുന്നതിനാൽ കർക്കിടക മാസം 25-ാം തീയതി വരെ വ്യാഴത്തിന് മൗഢ്യമുണ്ട്. അപ്പോൾ ക്ഷീണാവസ്ഥ അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ പെട്ടെന്ന് സഫലമാകത്തില്ല, നിരന്തരം ശ്രമിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ സ്ഥാനം വ്യാഴത്തെ സംബന്ധിച്ച് എല്ലാവിധമായ ഐശ്വര്യവും തരും എന്നുള്ളത് തന്നെയാണ് ആ 5ലുള്ള വ്യാഴം സൂചിപ്പിക്കുന്നത്. ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, വിവാഹാദി കാര്യങ്ങൾ, പിന്നെ സന്താനഭാഗ്യം, വിദേശയാത്ര, വാഹനലബ്ധി, ഉദ്യോഗം, വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, എഴുത്ത് പരീക്ഷയിൽ വിജയം, അങ്ങനെ പിന്നെ കുടുംബത്തിൽ മംഗളകാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്ന ഒരു മാസമായി തന്നെ കാണുന്നു. അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ ഫലം അങ്ങനെയുണ്ട്. പിന്നെ മൗഢ്യത്താൽ നിൽക്കുന്ന വ്യാഴമായതിനാൽ ചില കാലതാമസവും അനുഭവത്തിൽ വന്നേക്കാം. അപ്പോൾ അതിനായിട്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജന്മരാശിയിൽ ശനി നിൽക്കുന്നുണ്ട്. ശനി പ്രീതി കൂടി ചെയ്യണം. അപ്പോൾ ഈ 12 രാശിയിൽപ്പെട്ട 27 നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ നിന്നും ഈ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ അനുഭവങ്ങൾ ചിലർക്കെങ്കിലും ഉണ്ടായേക്കാം. അതിനുള്ള കാരണം നിങ്ങൾ ഓരോരുത്തർക്കും ഇപ്പോൾ നടക്കുന്ന ദശ പ്രായഭേദമന്യേ ഇപ്പോൾ ഓരോരുത്തർക്കും നടക്കുന്ന ദശ, അപഹാരം, ഛിദ്രം എന്നിവയൊക്കെ
എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ ചില കാര്യത്തിനിടങ്ങുമ്പോൾ ചില കാലതാമസവും വന്നേക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഉപാസനാമൂർത്തി, കുടുംബദേവത, ഇഷ്ടദേവത എന്നിവരെയൊക്കെ പ്രീതിപ്പെടുത്തി മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് തൊഴിൽ വിജയവും ആഗ്രഹ സാഫല്യവും ആരോഗ്യപുഷ്ടിയും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നടത്തിയെടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ കർക്കിടക മാസം നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭകാര്യങ്ങൾ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.